സുഹൃത്തുക്കളെ, ഈ കഴിഞ്ഞ ദിവസം മലയാള മനോരമ പത്രം നമ്മുടെ പ്രിയപ്പെട്ട TG രവിയെ ആദരിക്കുന്ന ഒരു ചടങ്ങ് നടക്കുകയുണ്ടായി. അദ്ദേഹത്തിന്റെ സിനിമാ ജീവിതത്തിന്റെ 50 വർഷവും ജീവിതത്തിന്റെ 80 വർഷവും പൂർത്തിയാക്കുന്നതിനോടനുബന്ധിച്ചായിരുന്നു പരിപാടി സംഘടിപ്പിച്ചിരുന്നത്. ആ പരിപാടിയിലേക്ക് അദ്ദേഹത്തിന്റെ അറിവോ സമ്മതമോ കൂടാതെ കുറച്ച് ആൾക്കാരെ വിളിച്ചിരുന്നു. അതില് ഒരാളായിരുന്നു ഞാനും. ആ വാർത്ത പ്രസിദ്ധീകരിച്ചു വന്നതിന് ശേഷം എനിക്കുണ്ടായ ഒരു ഗുണമോ ദോഷമോ, ഞാനും 80 വയസ്സ് പൂർത്തിയായ ആള് ആണെന്നുള്ളതാണ്. TG രവി അത് ഒരു തമാശ രൂപത്തിലാണ് പറഞ്ഞതെങ്കിലും മനോരമ ആദ്യവാചകമായിട്ട് തന്നെ അത് കൊടുക്കുകയും പിറ്റേ ദിവസം രാവിലെ പത്രം വായിച്ചു തുടങ്ങിയ എൻ്റെ സുഹൃത്തുക്കൾ മുഴുവൻ എൻ്റെ 80ാം ജന്മദിന ആശംസകൾ അർപ്പിക്കുകയായിരുന്നു. അതില് ഒരു പഴയകാല സുഹൃത്ത് വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ നിനക്ക് 80 വയസ്സായിരുന്നൊന്നും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല, പക്ഷെ നീ 80ന്റെ ഇതൊന്നും അല്ല കാണുന്നത്, അതിനേക്കാളൊക്കെ ചെറുപ്പമാണ് കേട്ടോ എന്ന് പറഞ്ഞു. ഞാനത് വളരെ നന്ദിപൂർവ്വം സ്വീകരിച്ചു. പിന്നെ കോളേജിലെ എൻ്റെ ക്ലാസ്മേറ്റ്സിനൊക്കെ അറിയാം, ഞാൻ TG രവിയുടെ സഹപാഠിയല്ല, അവരുടെ വളരെ ജൂനിയർ ആയിരുന്നു. അപ്പോൾ അറിയാവുന്നവർക്ക് അതറിയാം. എന്തായാലും 80ന് മുമ്പേ തന്നെ ഇത്തരം ആദരവുകൾ വാങ്ങാൻ അദ്ദേഹത്തോടൊപ്പം എനിക്കും കൂടി ഭാഗ്യമുണ്ടായതിൽ സന്തോഷമുണ്ട്. അത് കഴിഞ്ഞ് ടെക്കോസയുടെ ആഭിമുഖ്യത്തിൽ തൃശ്ശൂർ എഞ്ചിനീയറിംഗ് കോളേജ് ഓൾഡ് സ്റ്റുഡൻസ് അസോസിയേഷൻ, തൃശ്ശൂർ എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് പഠിച്ചിറങ്ങിയവരും അവിടെ പഠിപ്പിച്ചവരുമായ എല്ലാവരും അടങ്ങുന്ന സംഘടന അദ്ദേഹത്തിന് ഒരു സ്വീകരണ യോഗം സംഘടിപ്പിക്കുകയുണ്ടായി. അതിന്റെ വിശദാംശങ്ങളാണ് ഇനി. TG രവി തൃശൂർ എഞ്ചിനീയറിംഗ് കോളേജ് പഠനകാലത്ത് ഫൈൻ ആർട്സ് സെക്രട്ടറിയും സോഷ്യൽ സർവീസ് ലീഗ് സെക്രട്ടറിയും ഫൈനൽ ഇയറിൽ കോളേജ് യൂണിയന്റെ അവസാനത്തെ ജനറൽ സെക്രട്ടറിയുമായിരുന്നു. പിന്നീടുള്ള വർഷങ്ങളിലാണ് കോളേജ് യൂണിയൻ ചെയർമാനും ജനറൽ സെക്രട്ടറിയും തിരഞ്ഞെടുക്കപ്പെട്ടു തുടങ്ങിയത്. കോളേജിന്റെ ഫുട്ബോൾ ടീം ക്യാപ്റ്റനായിരുന്നു. കൂടാതെ എഞ്ചിനീയറിംഗ് കോളേജിനെ പ്രതിനിധീകരിച്ച് വിവിധ നാടകങ്ങൾ സംവിധാനം ചെയ്യുകയും അഭിനയിക്കുകയും ചെയ്തിരുന്നു. അന്നത്തെ വിദ്യാർത്ഥികളുടെ അനിഷേധ്യ നേതാവും അധ്യാപകരുടെ പ്രിയപ്പെട്ട വിദ്യാർത്ഥിയും കൂടിയായിരുന്നു ഇദ്ദേഹം. ഈ ടെക്കോസയുടെ തൃശൂർ എഞ്ചിനീയറിംഗ് കോളേജ് ഓൾഡ് സ്റ്റുഡൻസ് അസോസിയേഷന്റെ സ്ഥാപക പ്രസിഡന്റും പിന്നീടുള്ള എല്ലാ പ്രവർത്തനങ്ങളിലും സജീവ സാന്നിധ്യവുമാണ്.
കോളേജുമായി ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തനങ്ങളിലും ഇപ്പോഴും സഹകരിച്ച് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. എഞ്ചിനീയറിംഗ് കോളേജിലെ പഠനകാലത്ത് അധിക സമയവും ചെലവഴിച്ചിരുന്നത് സംഗീത നാടകവേദികളിലും കോളേജ് മൈതാനങ്ങളിലുമായിരുന്നു. അമ്പലത്തിൽ ആര് കയറണ്ട തീരുമാനിക്കാൻ നിങ്ങൾ ആരാ? ചേട്ടാ, പൂമംഗലത്ത് ഉണ്ണിത്താന്റെ മുഖത്ത് നോക്കി പറയാൻ നീ ആരാ? പൂമംഗലത്ത് കമലാക്ഷമ്മയുടെ മകൻ രവി. അതിന് രവി അമ്പലത്തിൽ കയറണമെന്ന് പറഞ്ഞതല്ലോ. കണ്ട പട്ടിക്കും പൂച്ചയ്ക്കും ശ്രീകോവിലാത്തൊരു നിരങ്ങ. അതിലാർക്കും പരാതിയില്ല. മനുഷ്യനെ കയറിയാൽ അശുദ്ധമായി. ഈ നിയമം ഈ നാടിന് ആവശ്യമില്ല. അഹിന്ദുക്കൾ കയറാൻ പാടില്ലെന്നല്ലേ പറഞ്ഞുള്ളൂ. അത് ലഭിക്കേണ്ട അത്ര. ഞാൻ ഹിന്ദു അല്ല, മനുഷ്യന് വഴി. മനസ്സിലാക്കുമെന്ന് കരുതി. അദ്ദേഹത്തിന് പുതിയ ഏർപ്പാടുകളൊന്നും അറിഞ്ഞുകൂടാ. പണ്ടൊക്കെ എഞ്ചിനീയർമാർ ബില്ല് പാസാക്കി വീട്ടിൽ കൊണ്ട് കൊടുക്കുമായിരുന്നു. കൊണ്ടേ കൊടുക്കുന്നവർ ഇപ്പോഴും ഉണ്ട്. സാർ എന്താ ഉദ്ദേശിക്കുന്നത്? പണം വേണോ? എങ്കിലിത് പറഞ്ഞാൽ മതിയായിരുന്നല്ലോ. ഭാര്യമ്മേ, നിങ്ങളൊക്കെ ഉള്ളപ്പോൾ എനിക്കെന്തിനാ പണം? ഇതുപോലെയുള്ള കാര്യങ്ങളിൽ മിസ്റ്റർ ജയമോഹന്റെ സഹായം എനിക്ക് ഇനിയും തുടർന്നുണ്ടാവണം. അതിന് പ്രത്യേകിച്ച് പറയണോ? പറയാതെ തന്നെ ഞാൻ ചെയ്യില്ലേ? എന്നാലും പറയേണ്ട ഒരു കടമ എനിക്കുണ്ട്. ഇതായിരിക്കട്ടെ. എന്താ ഇത്? ഒരു 5 ലക്ഷം രൂപയുണ്ട്. ഓ, ഇത് വേണമായിരുന്നില്ല. ഇരിക്കട്ടെ. ശരി, അങ്ങയുടെ ഇഷ്ടം. നാളെ രാത്രി ഒരു 10 ലോറി കൂടെ വരുന്നുണ്ട്. അത് മുഴുവൻ ഫോറിൻ ഗുഡ്സാ. എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ. ഡോണ്ട് വറി, എല്ലാം ഞാൻ ഏർപ്പാട് ചെയ്തോളാം. താങ്ക്സ്. വീട് പണി നടക്കുന്നിടത്ത് നീ വല്ലപ്പോഴൊക്കെ പോയി നോക്കാറുണ്ടോ ഭാർഗവ? ഞാൻ എന്തിനാ പോകുന്നത്? എന്നെ വിശ്വാസമില്ലാത്തതുകൊണ്ടല്ലേ ചേട്ടൻ എല്ലാ കാര്യങ്ങളും ഗോപാലനെ ഏൽപ്പിച്ചിരിക്കുന്നത്. നിന്നെ വിശ്വാസമില്ലാഞ്ഞിട്ടല്ല, ഗോപാലൻ ബുദ്ധിമുട്ടുന്ന പോലെ നിന്നെ കൊണ്ടൊന്നും ബുദ്ധിമുട്ടാനാവില്ല. അതുകൊണ്ടാ ഓരോ പ്രാവശ്യം വന്ന് പോകുമ്പോഴും സ്വന്തം കാര്യങ്ങൾ ചേട്ടൻ ഭംഗിയായി നടത്തുന്നുണ്ടല്ലോ. എന്റെ കാശ് വഴി കിടന്ന് കിട്ടിയതായിരിക്കും. നീ പിണങ്ങാതെ ഭാർഗവ. എല്ലാവരുടെയും പരാതികൾ അവസാനിപ്പിക്കാനാ ഞാൻ ഇത്തവണ വന്നിരിക്കുന്നത്. ഞാൻ എങ്ങനെ റെസ്റ്റ് എടുക്കാനാ ഡോക്ടർ? 2 ഷിപ്പിൽ ലോഡിംഗ് നടന്നുകൊണ്ടിരിക്കുക. 4-5 ദിവസം ഞാൻ ഹാർബറിൽ ഉണ്ടായേ പറ്റൂ. ഏതായാലും ഈ നിലയിൽ യാത്ര ചെയ്യാൻ ഞാൻ അനുവദിക്കില്ല. എന്നാ ഞാൻ വരട്ടെ. ഈവനിങ്ങിൽ ഒന്നുകൂടി വരാം. മാത്യു, ഡോക്ടർ ഡ്രോപ്പ് ചെയ്യൂ. ഹാർബറിലേക്ക് പ്രസാദന അയക്കാം സാർ. അയാളെ പോലെ ഒരു യൂസ്ലെസ് ഈ ലോകത്തുണ്ടോ? എനിക്ക് പകരം ഒരാൾ പോകുന്നെങ്കിൽ അത് ജയം തന്നെ പോണം. പേടിക്കണ്ട എന്റെ കണ്ണ, ഞാൻ ഉപദ്രവിക്കാൻ വന്നതല്ല. പിന്നെ എന്തിനാ വന്നേ? രാധ എവിടെ?
ആ കണ്ണാ, ശരിയായ ശവദാഹം നടക്കാത്തതുകൊണ്ടാണ് ഞാനിങ്ങനെ ഗതി കിട്ടാതെ അലയേണ്ടി വന്നത്. ഒന്ന് പോലീസിന് എന്റെ ശവം കാണിച്ചു കൊടുത്തേ, എന്നിട്ട് നേരെ ചെന്ന് നടക്കാൻ പറ. പോലീസിനോട് പറഞ്ഞ നിന്നെ കൊന്നു ഞാൻ അന്നല്ലേ വരിക. എനിക്കത് അറിയേണ്ട കാര്യമില്ല. എന്റെ ആത്മാവിന് ഗതി കിട്ടിയില്ലെങ്കിൽ നിന്നെ ഞാൻ കൊല്ലും. നീ എന്നെ കൊന്ന നിന്നെ ഞാനും കൊല്ലും. ശവമേ, നിന്റെ ജീവൻ എടുത്തോണ്ടേ ഞാൻ ഇവിടുന്ന് പോകും. ഞാൻ ഇവിടെ ഉണ്ട്. എമ്മന്നെ എല്ലാവരും ചത്ത. അതാരെങ്കിലും ബാക്കിയുണ്ടാ? മാറൂ. കാക്കയുടുപ്പും ഹാറ്റും വിറ്റുമൊക്കെ ഡിപ്പാർട്ട്മെന്റ് തരാൻ കഴിയൂ. ധൈര്യവും ചങ്കുറ്റവും എല്ലാം എമ്മനെ ഞാനേ ഒന്ന് ചുറ്റിക്കറങ്ങിട്ട് വരാം. ആഹാ, താനീ മുറ്റത്തിറങ്ങി പോരുത്. നമ്മളിവിടെ ഒളിച്ചു താമസിക്കുക, സൂചിച്ച് താമസിക്കല്ല, ഓർത്തോ. അല്ല, ഇച്ചിരി വെണ്ണ കിട്ടിയിട്ട് വേണം കയറൊന്ന് മിനുസപ്പെടുത്താൻ. കഴുത്തില് കയറ് മുറുകുമ്പോ തൂങ്ങുന്നവന്റെ കഴുത്തില് കയറൊറിഞ്ഞ് ചോര വരാൻ പാടില്ല. അതിനാ ദേ പച്ചക്കറി ഞാൻ അരിഞ്ഞു തരാ. ഞാൻ കാരണേ അമ്മന്നെ എന്തൊക്കെ ബുദ്ധിമുട്ടാ. ഹൈദറിന്റെ കഴുത്തിൽ കൊലക്കയർ വീഴുന്നവരെ നരിമാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. ആ പിന്നെ കയറിൽ താൻ വെണ്ണ ഉരുട്ടി മിനുസപ്പെടുത്തുമൊന്നും വേണ്ട. ഒരുപാട് പേരുടെ ചോരയൊഴുക്കിയോ എന്റെ കഴുത്തിൽ നിന്ന്. ഇത്തിരി ചോരയൊക്കെ പൊടിയാൻ. ഭഗവാനെ, കാശിക്കിപ്പോ വൈരക്കല്ലിന്റെ വിലയാ. എത്ര പേരാ കാവൽക്കാര്. തന്റെ അടുത്ത് പുറത്തിറങ്ങാനെന്നല്ലേ പറഞ്ഞേ? കേറോത്ത് കേറാൻ. നീ ഏതാടാ? ഞാൻ കാശി, പുതിയ രാജാരാ. എന്റെ ചേട്ടായി ഭൈരവൻ. ഇതെന്നെ പണിക്കെടുത്ത എന്റെ കടലാസാ. സങ്കടപ്പെടാൻ ഒരവകാശവുമില്ലാത്തവരുടെ കൂട്ടത്തിലാ ഞാനും. വരണ്ടായിരുന്നു. എന്റെ ജീവിതം ഇവിടെ തന്നെ അവസാനിക്കാൻ പ്രാർത്ഥിക്കായിരുന്നു. പക്ഷേ ഇനിയൊരു മാസം കൂടിയുള്ളൂ. അങ്ങോട്ട് കേട്ടിരുന്ന സൈമ പരമാവധി കുറച്ച് നേരമല്ലോ ഇവിടെ നിന്ന്. വിയ്യൂരിത് രണ്ടാമട്ട. മുമ്പൊരു തല്ലി കേസ്, ഒരു 4 മാസം. അന്ന് പക്ഷെ കല്ല് ചുമടില്ല. ഇന്നിപ്പോ മോനെ, നിന്റെ അപ്പച്ചൻ നിന്നെ വിത്തായിട്ട് തൂക്കിക്കൊണ്ടിറങ്ങുന്ന കാലത്ത് ഞാൻ ഒരുപാട് ക്രീഡ കളിച്ചിട്ടുണ്ട് കേട്ടാ. കളിക്കായിരിക്കുവോ? ആ, എന്താ പടിയാ ഇവിടെ വന്നേ. നീ ആ വണ്ടി കൊണ്ടിട്ട് എന്തുട്ടറ കാണിച്ചേ? ഇപ്പൊ ഞാൻ പെട്ട പോലെ ആയില്ലേ? നീ നാളെ പോയി ഹാജരായില്ലെങ്കിൽ എനിക്ക് കുടുംബത്തിൽ കയറാൻ പറ്റില്ല കേട്ടോ. നീ ഇവിടെ കിടന്നൊന്നും ഇറങ്ങണ്ട, പിള്ളേര് കയറി ചാമ്പും. ഓ കളവാ, വാസപ്പെട്ടിന് വിശന്നിട്ട് വയ്യടാ. വയറ് കണ്ട നീ. എന്റെ കക്ഷിയായ നമ്മുടെ നാട്ടിലൊരു കള്ളന്റെ കുടുംബത്തിന്റെ അവസ്ഥ എന്താണെന്ന് സാറൊന്ന് ഊഹിച്ചു നോക്ക്. നീ കള്ളനല്ല. ഇപ്പൊ പറഞ്ഞത് വക്കീൽ ഒന്നുകൂടെ പറയോ? മീനിങ് മാറിപ്പോവും.